നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സെറ്റിൻ്റെ മെഷറബിലിറ്റിയെക്കുറിച്ചാണ് പഠിച്ചത്. അതുപോലെ ബോറൽ സെറ്റ്സ് എന്താണ്, എക്സിസ്റ്റൻസ് ഓഫ് നോൺ ബോറൽ സെറ്റ്, എക്സിസ്റ്റൻസ് ഓഫ് നോൺ മെഷറബിൾ സെറ്റ്, ഇത്തരം കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷനെ എപ്പോഴാണ് മെഷറബിൾ എന്ന് പറയുക, ഏതെല്ലാം ഫംഗ്ഷൻസാണ് മെഷറബിൾ ആവുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ, ഇവിടെ സാധാരണ ഫംഗ്ഷനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡൊമെയിൻ സെറ്റ് ഒരു മെഷറബിൾ സെറ്റും അതിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എക്സ്റ്റൻഡഡ് റിയൽ നമ്പർ സിസ്റ്റവുമായിരിക്കും. എക്സ്റ്റൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻട്രോവൽ -ഇൻഫിനിറ്റി ആണ്. അതിൽ ഇൻഫിനിറ്റിയെയും -ഇൻഫിനിറ്റിയെ കൂടി യൂണിയൻ എടുത്തതാണ്. അപ്പോൾ അവിടെ ഈ അഡിഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ ഇൻഫിനിറ്റിക്കും -ഇൻഫിനിറ്റി കൂടി അപ്ലൈ ചെയ്യും. ഓക്കെ, എക്സ്റ്റൻഡഡ് സിസ്റ്റത്തിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇൻഫിനിറ്റിയോടുകൂടി ഇൻഫിനിറ്റി കൂട്ടിയാൽ ഇൻഫിനിറ്റി കിട്ടും. അതുപോലെ -ഇൻഫിനിറ്റിയും -ഇൻഫിനിറ്റിയും കൂടി കൂട്ടിയാൽ -ഇൻഫിനിറ്റി കിട്ടും. ഇനി ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റി ഇൻറ്റു -ഇൻഫിനിറ്റി, അതുപോലെ -ഇൻഫിനിറ്റി ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇൻഫിനിറ്റി ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ -ഇൻഫിനിറ്റിയും ഇൻഫിനിറ്റിയും കൂട്ടിയാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്റ്റൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സ്റ്റൻഡഡ് റിയൽ നമ്പർ സിസ്റ്റത്തിലേക്ക് ഡൊമെയിൻ മെഷറബിൾ സെറ്റ് ആവുന്ന ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. F is a function from E into extended system and E is a measurable set when you can say that this function is measurable. അപ്പോൾ മെഷറബിൾ എന്ന് പറയുന്നത് പുതിയൊരു ഡെഫിനിഷനാണ്. ഒരു ഫംഗ്ഷൻ്റെ മെഷറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ പ്രപ്പോസിഷൻ 1 തന്നിട്ടുള്ള 4 കണ്ടീഷനുകളുണ്ട്. അതിൽ 4 ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഒന്ന് നോക്കാം. ഒരു റിയൽ നമ്പർ, ആർബിട്രറി ആയിട്ടൊരു റിയൽ നമ്പർ C എടുത്തു കഴിഞ്ഞാൽ ആ റിയൽ നമ്പറിൽ നിന്ന്, അതായത് F ഇൻവേഴ്സ് ഓഫ് C ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് E സച്ച് ആറ്റ് F ഓഫ് X ഗ്രേറ്റർ ദാൻ C, അതായത് സിക്ക് ശേഷം വരുന്ന ഇമേജുകളുടെ പ്രീ ഇമേജസ് ആ കളക്ഷൻ ഇയുടെ സബ്സെറ്റ് ആയിരിക്കും. അത് ഇയുടെ ഒരു മെഷറബിൾ സബ്സെറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ സി മുതൽ സിക്ക് ശേഷം എന്ന് പറയുന്നതിന് കണ്ടീഷൻ 2 പറയുകയാണെങ്കിൽ C മുതൽ, അതായത് F ഇൻവേഴ്സ് ഓഫ് ക്ലോസ്ഡ് C ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മെഷറബിൾ സബ്സെറ്റ് ഓഫ് E ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ശരിക്കും 2ൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അതായത് F ഇൻവേഴ്സ് ഓഫ് C ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിൻ്റെ കോംപ്ലിമെൻറ്റ് പോർഷനാണ് എന്ത്? F ഇൻവേഴ്സ് ഓഫ് ക്ലോസ്ഡ് -ഇൻഫിനിറ്റി ടു ഓപ്പൺ C എന്ന് പറയുന്നതിൻ്റെ കോംപ്ലിമെൻറ്റ് പോർഷനാണ്. അത് മെഷറബിൾ ആയിരിക്കണം. 4 എന്ന് പറയുന്നത് ആക്ച്വലി ഒന്നാമത്തെ കണ്ടീഷൻ്റെ കോംപ്ലിമെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഗിവൺ ഫംഗ്ഷനെ മെഷറബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ പ്രത്യേകം ഓർക്ക്, ഈ മെഷറബിൾ ആണെന്ന് വിചാരിച്ച് സബ്സെറ്റ് എല്ലാം മെഷറബിൾ ആവണം നിർബന്ധമില്ല. അതിനർത്ഥം ഈ 4 കണ്ടീഷൻ ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ 4 കണ്ടീഷൻസും ഈക്വലൻ്റ് ആയിരിക്കും. ഇനി ഈ പറയുന്ന 4 ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അടുത്ത ഒരു കണ്ടീഷൻ നമ്പർ ഇട്ടിട്ടില്ല, അതായത് ഫോർ എനി C എലമെൻറ്റ് ഓഫ് R യൂണിയൻ പ്ലസ് ഓർ -ഇൻഫിനിറ്റി the set of all x element of C such that F of X is equal to C is measurable subset of E. അതായത് F ഇൻവേഴ്സ് ഓഫ് C തന്നെ മെഷറബിൾ ആവും. ഈ 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ F ഇൻവേഴ്സ് ഓഫ് C തന്നെ മെഷറബിൾ ആയിരിക്കും. പക്ഷേ ഈ 4 കണ്ടീഷനിൽ C എന്ന് പറയുന്നത് റിയൽ നമ്പർ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സിക്ക് വേണമെങ്കിൽ +ഇൻഫിനിറ്റിയോ -ഇൻഫിനിറ്റി കൂടി ആവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് വരാം. ഇക്വലൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പ്രൂവ് ചെയ്യുക 1 if and only if 2. 1ഉം 2ഉം ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. പിന്നെ നമ്മൾ 2ഉം 3ഉം ഈക്വലൻ്റ് ആണെന്നും, അതുപോലെ തന്നെ 1ഉം 4ഉം ഈക്വലൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. പിന്നെ അതിന് ശേഷമാണ് ഏറ്റവും അവസാനത്തെ കാര്യം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 implies 2 മീൻസ് 1 സപ്പോസ് ചെയ്തു. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് E സച്ച് ആറ്റ് F ഓഫ് X ഗ്രേറ്റർ ദാൻ C ഈസ് മെഷറബിൾ ഫോർ എനി റിയൽ നമ്പർ C എന്ന് കൊടുത്തു. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിയുടെ കേസ് മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലേ? ഫോർ എനി C എലമെൻറ്റ് ഓഫ് R. ഞാൻ ആദ്യം ആ സെറ്റ് കൺസിഡർ ചെയ്തു. കൺസിഡർ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് E സച്ച് ആറ്റ് F ഓഫ് X ഗ്രേറ്റർ ഓർ ഈക്വൽ ടു C. F ഓഫ് Xൻ്റെ വില ഗ്രേറ്റർ ഓർ ഈക്വൽ ടു C ആണെങ്കിൽ സിയേക്കാൾ കുറഞ്ഞ വിലകളെക്കാളും കൂടുതലായിരിക്കും. C എല്ലായ്പ്പോഴും C-1/Kയേക്കാൾ വലുതായിരിക്കും. കാരണം ഇവിടെ K ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 1/K ഒരു പോസിറ്റീവ് നമ്പറാണ്. C-1/K എന്ന് പറയുന്നത് സിയേക്കാൾ കുറവായിരിക്കും. അതായത് F ഓഫ് X മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ C-1/K. ഓക്കെ, അപ്പോൾ F ഓഫ് X മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ C-1/K ആണ്. അപ്പോൾ എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് E സച്ച് ആറ്റ് F ഓഫ് X ഗ്രേറ്റർ ഓർ ഈക്വൽ ടു C കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ
എക്സ് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി മൈനസ് 1/kയും സാറ്റിസ്ഫൈ ചെയ്യും. അതിനർത്ഥം എക്സ് ഈസ് എ മെമ്പർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി മൈനസ് 1/k. ദിസ് ഈസ് ട്രൂ ഫോർ എവരി കെ എലമെൻറ്റ് ഓഫ് എൻ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സെറ്റുകളിലും ഉണ്ടെങ്കിൽ ഇൻ്റർസെക്ഷനിലും മെമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് ഈസ് ദ മെമ്പർ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് സച്ച് സെറ്റ്സ്. ഇൻ്റർസെക്ഷൻ വേരിയസ് ഓവർ കെ വേരിയസ് ഫ്രം 1 to infinity. അപ്പോൾ നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സിയിൽ ഒരു പോയിൻ്റാണ് എക്സ്, അത് ഈ ഇൻ്റർസെക്ഷനിലുണ്ട്. അതിനർത്ഥം ആ സെറ്റ് ഈ സെറ്റിൻ്റെ സബ്സെറ്റാണ്. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഈസ് എ സബ്സെറ്റ് ഓഫ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി മൈനസ് 1/k. പക്ഷേ നമുക്കറിയാം ഈ ഇൻ്റർസെക്ഷനിലുള്ള ഓരോ സെറ്റുകളിലും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി മൈനസ് 1/k അല്ലെ സി മൈനസ് 1/k സാർ ഒരു ഡി എന്ന് പേര് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഏത് റിയൽ നമ്പർ എടുത്താലും ഗ്രേറ്റർ ദാൻ്റെ കേസ് മെഷറബിൾ ആണെന്ന് നമുക്കറിയാം അസംഷൻ 1 പ്രകാരം. അപ്പോൾ സി മൈനസ് 1/kയുടെ കേസിൽ മെഷറബിൾ ആണ്. കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റും എന്ത് തന്നെയായിരിക്കും? മെഷറബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡ് മെഷറബിൾ ആണെങ്കിൽ ലെഫ്റ്റ് മെഷറബിൾ ആണെന്ന് കിട്ടും. പക്ഷേ ഇക്വാലിറ്റി കിട്ടാനുണ്ട്. ഇക്വേഷൻ 1 കിട്ടുള്ളൂ. ഇനി റിവേഴ്സ് പ്രൂവ് ചെയ്യണം. ഈ ഇൻ്റർസെക്ഷൻ സെറ്റ് തിരിച്ച് സബ്സെറ്റ് ആകുമ്പോൾ ഈ രണ്ട് സെറ്റുകളും ഈക്വലായി മാറും. അതിന് തിരിച്ച് കൺസിഡർ ചെയ്യുക. ഇഫ് എക്സ് എലമെൻറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി മൈനസ് 1/k ഫോർ എവരി കെ എലമെൻറ്റ് ഓഫ് എൻ. അതായത് ഇൻ്റർസെക്ഷനിലെ മെമ്പറാണ് എക്സ് എങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി മൈനസ് 1/k ആയിരിക്കും അല്ലേ? ലെറ്റ് കെ ടെൻഷൻ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സി മൈനസ് 1/k ഈക്വൽ ടു സി. കാരണം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വാലിറ്റിക്കുള്ള പോസിബിലിറ്റിയാണ്. കാരണം 1/n ഒരിക്കലും 0 ആവില്ല, പക്ഷേ 1/ൻ്റെ ലിമിറ്റ് 0 ആവും. അപ്പോൾ 0ക്ക് ഈക്വൽ ആവാനുള്ള പോസിബിലിറ്റി പറയുന്ന പോലെ തന്നെ ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വാലിറ്റി കൂടി കിട്ടും. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി. നോക്കൂ, എക്സ് സെറ്റ് ഓഫ് ആൾ ഇൻ്റർസെക്ഷനിലുണ്ട്. ഇപ്പോൾ എക്സ് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി. ദാറ്റ് മീൻസ് എക്സ് ഈസ് എ മെമ്പർ ഓഫ് സെറ്റ് ഓഫ് ആൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി. ദാറ്റ് മീൻസ് ഇൻ്റർസെക്ഷൻ്റെ സെറ്റ് ഓഫ് ആൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സിയുടെ സബ്സെറ്റ് ആയിരിക്കും ഇക്വേഷൻ 2. ഫ്രം 1 and 2 വി ഗെറ്റ് ദീസ് ടു സെറ്റ്സ് ആർ ഈക്വൽ. ഇനി ഇൻ്റർസെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഓരോ സെറ്റും കണ്ടീഷൻ 1 പ്രകാരം മെഷറബിൾ ആണ്. കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് മെഷറബിൾ ആവുന്നതുകൊണ്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി എന്ന് പറയുന്ന സെറ്റ് എന്തുകൂടിയായിരിക്കും? മെഷറബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനർത്ഥം 2 ഈസ് ട്രൂ. ഇനി 2ൽ നിന്ന് 1ലേക്ക് വരണമെന്നെങ്കിൽ ഞാൻ സപ്പോസ് ചെയ്തു 2 ഈസ് ട്രൂ. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി ഈസ് മെഷറബിൾ. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈക്വൽ ടു യൂണിയൻ ഓവർ കെ വേരീസ് ഫ്രം 1 to infinity സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി പ്ലസ് 1/k. അതായത് സിക്ക് ശേഷമുള്ളൊരു പോയിൻ്റാണ് സി പ്ലസ് 1/k. ഈ 1/k കെ ടെൻഷൻ ഇൻഫിനിറ്റി ആകുമ്പോൾ 1/k എവിടേക്ക് പോകും? 0ലേക്ക് പോകും. പക്ഷേ ലിമിറ്റ് അതിനകത്ത് ഉണ്ടാവണം നിർബന്ധമില്ല. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? സി ആയിരിക്കും. ഓക്കെ, ഓപ്പൺ ഇൻറ്റോൾ 0 ലിമിറ്റ് ഓപ്പൺ ഇൻറ്റോൾ 0 ഉണ്ടാവണം നിർബന്ധമില്ല. അതുപോലെ ഇവിടെ സി പ്ലസ് 1/k ടെൻഡ് ചെയ്യുന്നത് സിയിലേക്കാണ്. അപ്പോൾ ഉണ്ടാവണം നിർബന്ധമില്ലാത്തതുകൊണ്ട് അത് ഗ്രേറ്റർ ദാൻ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെറ്റിന് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് യൂണിയനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സെറ്റും കണ്ടീഷൻ 2 പ്രകാരം മെഷറബിൾ ആണ്. ആൻഡ് കൗണ്ടബിൾ യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് അഗൈൻ മെഷറബിൾ. അങ്ങനെയാണെങ്കിൽ LHSൽ പറയുന്ന സെറ്റും എന്തായാലും മെഷറബിൾ. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈസ് മെഷറബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 ഈസ് ട്രൂ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 2 ഇംപ്ലൈസ് 1ഉം 1 ഇംപ്ലൈസ് 2ഉം കിട്ടിക്കാൻ 1 and 2 ആർ ഈക്വലൻ. ഇനി നോക്കൂ, 1 ഈസ് ഈക്വലൻ ടു 4 എന്നാണ് പറയുന്നത്. 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്ന കേസാണ്. കണ്ടീഷൻ 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സിയുടെ കേസാണ്. ഗ്രേറ്റർ ദാൻ സിയുടെ കോംപ്ലിമെൻ്റ് ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുന്നത്. അപ്പോൾ 1 മെഷറബിൾ ആണെങ്കിൽ -1 ആണ് 4 എന്ന് പറയുന്നത്. അതായത് 1 എന്ന് പറയുന്ന സെറ്റ് 1 ഇഫ് ആൻഡ് ഓൺലി 4 ആവാനുള്ള കാരണം 4ൽ കാണുന്ന സെറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനുള്ള സെറ്റാണ്. ഫസ്റ്റ് കണ്ടീഷനുള്ള സെറ്റ് മെഷറബിൾ ആണ്, മെഷറബിൾ ആണ്. ഇപ്പോൾ ഇയും എയും മെഷറബിൾ ആണെങ്കിൽ E - A മെഷറബിൾ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ E - ദാറ്റ് സെറ്റ് ഈസ് മെഷറബിൾ. ദാറ്റ് മീൻസ് 4ൽ പറയുന്ന സെറ്റ് മെഷറബിൾ ആയിരിക്കും. അപ്പോൾ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഇതുപോലെ തന്നെ 2ഉം 3ലും പറയുന്ന സെറ്റ് കോംപ്ലിമെൻറ്റ് ടു ഈച്ച് അതറാണ്. അപ്പോൾ 2 മെഷറബിലിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 3ലും മെഷറബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് അഡീഷണൽ കണ്ടീഷൻ ഈ പറയുന്ന 4 കണ്ടീഷൻസ് ഉണ്ട് എങ്കിൽ ഏതൊരു റിയൽ നമ്പർ എടുത്താലും F ഇൻവേഴ്സ് ഓഫ് C മെഷറബിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ലെറ്റ് സി എലമെൻറ്റ് ഓഫ്
അതിന് സിക്ക് രണ്ട് പോസിബിലിറ്റിയാണ്, റിയൽ നമ്പറും ആവാം, പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയും ആവാം. ആദ്യം സി ഒരു റിയൽ നമ്പറാണ് എടുത്തു. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നതിനെ ശരിക്കും എന്തായിരിക്കും, ഈക്വൽ കേസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ കേസുകളുടെ കോംപ്ലിമെൻറ്റാണ്. ദാറ്റ് മീൻസ് ഇ മൈനസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഓർ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി. ലെസ് ദാനുമല്ല ഗ്രേറ്റർ ദാനുമല്ല, അതാണ് ഈക്വാലിറ്റി. അപ്പോൾ അതിനർത്ഥം ഹോൾ സെറ്റിൽ നിന്ന് ലെസ് ദാൻ കേസിനെയും ഗ്രേറ്റർ ദാൻ കേസിനെയും റിമൂവ് ചെയ്യുന്നതാണ് ഈക്വൽ കേസ്, അല്ലേ? നോക്കൂ, അതിനകത്ത് ഗ്രേറ്റർ ദാൻ കേസും ഈ ലെസ് ദാൻ കേസും കണ്ടീഷൻ 1ഉം 3ഉം പ്രകാരം മെഷറബിളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റും എന്തായിരിക്കും, മെഷറബിളായിരിക്കും. അപ്പോൾ ഈക്വൽ കേസ് കൂടി മെഷറബിളാകും. ഇനി പ്ലസ് ഇൻഫിനിറ്റി കേസ് എടുക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിനർത്ഥം അത് ഇൻഫിനിറ്റി അതിനകത്ത് ഉണ്ടാവും. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 അതിലും ഇൻഫിനിറ്റി ഉണ്ടാകും. കാരണം ഇത് എക്സ്റ്റൻഡഡ് സിസ്റ്റം ആയതുകൊണ്ട് 2ന് ശേഷമാണ് ഇൻഫിനിറ്റി വരുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫിനിറ്റി ഉണ്ടാവും. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. അങ്ങനെയുള്ള എല്ലാ സെറ്റുകളിലും ഇൻഫിനിറ്റി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ കേസിൽ ആക്ച്വലി ഇൻഫിനിറ്റി മാത്രമായിരിക്കും. That means set of all x element of f of x is equal to plus infinity can be written as the intersection of all sets x element of e such that f of x greater than k. ഇനി അങ്ങനെയുള്ള ഓരോ സെറ്റും മെഷറബിൾ ആണ് കണ്ടീഷൻ 1 പ്രകാരം. കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് മെഷറബിൾ ആണ്. അതിനർത്ഥം ഇൻഫിനിറ്റി കേസും ഇതുപോലെ മെഷറബിൾ ആണ്. ഇനി മൈനസ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ മൈനസ് കെ കേസുകളുടെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. അവിടെ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ എഗെയിൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഈക്വൽ കേസ് എഫ് ഇൻവേഴ്സ് ഓഫ് സി മെഷറബിലിറ്റി കിട്ടണമെങ്കിൽ ആദ്യത്തെ 4 കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനിയാണ് മെഷറബിൾ ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം ഇ ടു എക്സ്റ്റൻഡഡ് സിസ്റ്റം ഈസ് സെഡ് ടു ബി മെഷറബിൾ എന്ന് പറയുകയാണെങ്കിൽ പ്രൊപ്പോസിഷൻ 1ൽ പറയുന്ന 4ൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ മെഷറബിൾ എന്ന് പറയാം. പക്ഷേ പ്രത്യേകം ഓർക്കുക, 4 കണ്ടീഷനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പകരം എഫ് ഇൻവേഴ്സ് ഓഫ് സി മാത്രം മെഷറബിൾ ആവുന്നത് കൊണ്ട് ഒരിക്കലും ഫംഗ്ഷൻ്റെ മെഷറബിലിറ്റി കിട്ടില്ല കേട്ടോ. ഫംഗ്ഷൻ്റെ മെഷറബിലിറ്റി കിട്ടണമെങ്കിൽ ആദ്യത്തെ 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അടുത്തത് ഒരു ഫംഗ്ഷൻ്റെ മെഷറബിലിറ്റിയെ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ 4 കണ്ടീഷൻ വെച്ച് ഡെഫിനേഷനിൽ പറയുന്നു. പ്രൊപ്പോസിഷൻ 2ൽ പറയുന്നത് അത് ഓപ്പൺ സെറ്റ് ഉപയോഗിച്ച് ഈ ഡെഫിനേഷൻ പറയുകയാണ്, അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ദി മെഷറബിലിറ്റി ഓഫ് ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ഓപ്പൺ സെറ്റ്സ് എന്നുള്ളതാണ് പ്രൊപ്പോസിഷൻ 2. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു ഇ ടു ആർ യൂണിയൻ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആൻഡ് then f is measurable if and only if f inverse of o is measurable for every open set o in R. അത് റിയൽ നമ്പർ സിസ്റ്റത്തിലുള്ള ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് മെഷറബിൾ സബ്സെറ്റ് ഓഫ് ഇ ആണെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ മെഷറബിൾ ആണെന്ന് പറയാൻ പറ്റുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറം ക്യാരക്ടറൈസേഷൻ. അപ്പോൾ ഞാൻ ആദ്യം സപ്പോസ് ചെയ്തു ഫോർ ഈച്ച് സി എലമെൻറ്റ് ഓഫ് ആർ ഗിവൺ ഫംഗ്ഷൻ ഈസ് മെഷറബിൾ എന്ന് പറഞ്ഞു. സപ്പോസ് ദാറ്റ് എഫ് ഈസ് മെഷറബിൾ ഓൺ ഇ. ദെൻ ബൈ പ്രൊപ്പോസിഷൻ 1 നമുക്ക് എന്താ പറയാം, ഫോർ ഈച്ച് സി എലമെൻറ്റ് ഓഫ് ആർ എഫ് ഇൻവേഴ്സ് ഓഫ് സി ടു ഇൻഫിനിറ്റി ഈസ് മെഷറബിൾ ആണെന്ന് നമുക്കറിയാം. പക്ഷേ സി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഇൻ്റർവലാണ്, അത് ഓപ്പൺ സെറ്റാണ്. ആൻഡ് എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഈസ് മെഷറബിൾ ആണെങ്കിൽ, ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഈസ് മെഷറബിൾ ഫോർ എവരി ഓപ്പൺ സെറ്റ് ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് സി ടു ഇൻഫിനിറ്റി ഈസ് ആൾസോ മെഷറബിൾ. കാരണം സി ടു ഇൻഫിനിറ്റി ഒരു ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട്. That means set of all x element of e such that f of x greater than c is measurable for each c element of a. Therefore f is a measurable function. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സപ്പോസ് ചെയ്തത് എഫ് ഇൻവേഴ്സ് ഓ കോൺവേഴ്സ് പാർട്ടാണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത്. എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഈസ് മെഷറബിൾ ഫോർ എനി ഓപ്പൺ സെറ്റ് ഒ ഇൻ ആർ എന്ന് സപ്പോസ് ചെയ്തു. ഐ നീഡ് ടു പ്രൂവ് എഫ് ഈസ് മെഷറബിൾ. അതിന് കണ്ടീഷൻ 1 പ്രൂവ് ചെയ്യണമെന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് സി എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് കൺസിഡർ ഓപ്പൺ സി ടു ഇൻഫിനിറ്റി. നമുക്കറിയാം ഓപ്പൺ ഇൻട്രോൾ സി ഇൻഫിനിറ്റി ഈസ് ആൻ ഓപ്പൺ സെറ്റ്. Then by our assumption f inverse അപ്പോൾ o equal to c to infinity എന്ന് കൊടുത്തു കഴിഞ്ഞാൽ f inverse of c to infinity is a measurable subset by assumption. That means set of all x element of e such that f of x greater than c is measurable. Therefore f is a measurable function. Definition പ്രകാരം. ഇനി കോൺവേഴ്സ് പാർട്ട് പറഞ്ഞു, സപ്പോസ് ദാറ്റ് f is a measurable function on e. I need to prove o is an open set ആണെങ്കിൽ f inverse of o is measurable ആണെന്ന് പ്രൂവ് ചെയ്യാം. But by the definition of the usual topology in R, every open set can be written as a countable union of
ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവൽസ് ഐ കെ എന്ന് പേര് കൊടുക്കാം. വേർ ഐ കെ ഈക്വൾ ടു എ കെ ബി കെ ആൻഡ് ഒ ഇസ് ഈക്വൾ ടു യൂണിയൻ ഐ കെ. ഓക്കെ, ആൻഡ് എ കെ ബി കെ is an interval which can be written as minus infinity to bk intersection ak to infinity. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, therefore സെറ്റ് സിൻസ് എഫ് മെഷറബിൾ ആണ് നമുക്ക് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ കെയും മെഷറബിൾ ആയിരിക്കും, ഓവർ ലെസ് ദാൻ ബി കെയുടെ കേസും മെഷറബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഇൻവേഴ്സ് ഓഫ് എ കെ ടു ഇൻഫിനിറ്റിയും എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ബി കെയും മെഷറബിൾസ് ആണ്. ദർ ഇൻ്റർസെക്ഷൻ അഗെയിൻ മെഷറബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യൂണിയൻ ഓഫ് സെറ്റ് എന്ത് തന്നെയായിരിക്കും? മെഷറബിൾ ആയിരിക്കും. യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൾ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ആണ്. ഇൻവേഴ്സിൻ്റെ പ്രത്യേകതയാണ് അത് യൂണിയനും ഇൻ്റർസെക്ഷനും ഡിഫറൻസും കോംപ്ലിമെൻറ്റേഷനും ഒക്കെ പ്രസവിച്ച്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എ കെ ടു ഇൻഫിനിറ്റി ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ബി കെ ക്യാൻ ബി റിട്ടൺ എസ് എഫ് ഇൻവേഴ്സ് ഓഫ് എ കെ ടു ഇൻഫിനിറ്റി ഇൻ്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ബി കെ. അത് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എ കെ ബി കെ ആണ്. അതിനർത്ഥം യൂണിയൻ ഓവർ കെ ഈക്വൾ ടു 1 to infinity എഫ് ഇൻവേഴ്സ് ഓഫ് എ കെ ബി കെ. ഓക്കെ, അത് മെഷറബിൾ ആണ്. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് യൂണിയൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലും എഫ് ഇൻവേഴ്സ് ഓഫ് യൂണിയനും ഈക്വൽ ആയിരിക്കും. കാരണം എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ബി ഈക്വൾ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്നുള്ള കൺസെപ്റ്റ് യൂണിയനെ പ്രസവിച്ചു. അത് കൗണ്ടബിൾ യൂണിയനെ പോലും പ്രസവിച്ചു. therefore എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഈസ് എ മെഷറബിൾ സെറ്റ് എന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ്. അടുത്ത പ്രപ്പോസിഷൻ 3ൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും മെഷറബിൾ ആണെന്നാണ്. ഡൊമൈൻ മെഷറബിൾ സെറ്റ് ആയിരിക്കണം എങ്കിലേ പറ്റുള്ളൂ. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഫ്രം ഇ ഇൻ ടു ആർ വെർ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഇ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ മെഷറബിൾ ആണ്. അപ്പോൾ ഒരു മെഷറബിൾ ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. മെഷറബിൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മെഷറബിൾ ആണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസുമാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് എക്സ്റ്റൻഡഡ് റിയൽ വാല്യൂയുടെ മെഷറബിൾ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്കറിയാം ഏതൊരു ഓപ്പൺ സെറ്റിൻ്റെ ഇൻവേഴ്സും ഓപ്പൺ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഈസ് ഓപ്പൺ ഫോർ എവരി ഓപ്പൺ സെറ്റ് ഇൻ ദി കോഡൊമൈൻ. കോഡൊമൈനിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പൺ, അതായത് ഇൻവേഴ്സ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ അണ്ടർ എ കണ്ടിന്യൂസ് മാപ്പ്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് ഓപ്പൺ ഇൻ ഇ ആയിരിക്കും. പക്ഷേ സബ്സ്പേസ് ടോപ്പോളജി പ്രകാരം എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഇ ക്യാൻ ബി റിട്ടൺ എസ് ഇ ഇൻ്റർസെക്ഷൻ യു വെർ യു ഈസ് ഓപ്പൺ ഇൻ ആർ ആയിരിക്കും. ഓക്കെ, പക്ഷേ എല്ലാ ഓപ്പൺ സെറ്റും മെഷറബിൾ ആണ്. അപ്പോൾ യു ഒരു മെഷറബിൾ സെറ്റാണ്, ഇ ഓൾറെഡി മെഷറബിൾ ആണ്. intersection of two measurable set again measurable, that means E intersection U is measurable, therefore F inverse of O is measurable. അപ്പോൾ F inverse of measurable subset of E ആണ്. Then by proposition 2 F is a measurable function. ഓക്കെ, അപ്പോൾ every continuous function defined on a measurable set is measurable. അതാണ് proposition 3 നമ്മളോട് പറയുന്നത്. ഇനി proposition 4 ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ മെഷറബിൾ സെറ്റ് ഈസ് അല്ലെങ്കിൽ ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ ഈസ് മെഷറബിൾ. എ മോണോട്ടോണിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ ഈസ് മെഷറബിൾ. എഫ് ഫ്രം ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഇൻ്റർവൽ തന്നെയാണെന്ന് വിചാരിച്ചു, ക്ലോസ് ഇൻ്റർവൽ എ ബി ആയിക്കോട്ടെ. മോണോട്ടോണിക് ഫംഗ്ഷനാണ്, അത് മെഷറബിൾ ആണ്, നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ മോണോട്ടോണിക് മീൻസ് ടു പ്രോപ്പർട്ടീസ്, ഐദർ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. നമ്മളൊരു കേസ് കൺസിഡർ ചെയ്യുന്നത് എഫ് ഈസ് മോണോട്ടോണിക് ഇൻക്രീസ് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് ദിസ് എഫ് ഈസ് മോണോട്ടോണിക് ഇൻക്രീസിങ് ഓൺ ഇ ഓർ അവർ ഇൻ്റർവൽ. ഇ എന്ന് പറയുന്നത് ഇൻ്റർവലാണെന്ന് വിചാരിക്കാം. വി നീഡ് ടു പ്രൂവ് ഇറ്റ് ഈസ് മെഷറബിൾ. മെഷറബിൾ ആണെന്ന് പറയുന്നത് എന്ത് വേണം? സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈസ് എ മെഷറബിൾ സബ്സെറ്റ് ഓഫ് ഇ എന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ ഈ എഫ് എന്ന ഫംഗ്ഷൻ മോണോട്ടോണിക് ആണെങ്കിൽ അതിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ചില പോയിൻറ്റ്സിൽ കണ്ടിന്യൂസ് ആവും, ചില പോയിൻറ്റ്സിൽ കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ ഈ സെറ്റിന് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് സെറ്റ് എക്സ്. അത്തരം പോയിൻറ്റുകൾ കണ്ടിന്യൂസ് ആവുന്ന കളക്ഷനും യൂണിയൻ കണ്ടിന്യൂസ് അല്ലാത്ത കേസ്, അതായത് ഡിസ്കണ്ടിന്യൂസ് കേസ് കൂടി കൺസിഡർ ചെയ്യും. പക്ഷേ ഒരു ഫംഗ്ഷൻ മോണോട്ടോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് മസ്റ്റ് ബി കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ യൂണിയനിലെ സെക്കൻഡ് സെറ്റ് ഓൺ ദി യൂണിയൻ മസ്റ്റ് ബി എ കൗണ്ടബിൾ സെറ്റ്. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ആൻഡ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്ന് പറയുന്ന സെറ്റ് ഒരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. അതിന് എ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മെഷർ 0 ആയിരിക്കും. കൗണ്ടബിൾ സെറ്റ് മെഷർ 0. പക്ഷേ മെഷർ 0 ആണെങ്കിൽ ദാറ്റ് സെറ്റ് മസ്റ്റ് ബി മെഷറബിൾ ആയിരിക്കും. അതിനർത്ഥം യൂണിയനിലെ സെക്കൻഡ് സെറ്റ് മസ്റ്റായിട്ട് മെഷറബിൾ ആണ്.
ഇനി ആ യൂണിയനകത്ത് ഫസ്റ്റ് സെറ്റിൻ്റെ പ്രത്യേകത സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി മെഷറബിൾ ആണെന്ന് നമ്മൾ തൊട്ട് മുന്നിൽ പ്രപ്പോസിഷൻ 3 പ്രകാരം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് പ്രപ്പോസിഷൻ 3 പ്രകാരം മെഷറബിൾ ആണ്. രണ്ടാമത്തെ സെറ്റ് മോണോട്ടോണിക് ഫംഗ്ഷൻ്റെ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കൗണ്ടബിൾ ആയതുകൊണ്ട് ആ സെറ്റിൻ്റെ മെഷർ 0 ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി അത് മെഷറബിൾ ആയിരിക്കും. അപ്പോൾ രണ്ട് സെറ്റും മെഷറബിൾ ആണെങ്കിൽ യൂണിയൻ ഓഫ് 2 മെഷറബിൾ സെറ്റ്സ് സെക്കൻഡ് മെഷറബിൾ. Therefore, set of all x element of E such that f of x greater than c is measurable. അതിൻ്റെ അർത്ഥം നമ്മുടെ സെറ്റ് ഏത് സെറ്റായിരിക്കും? മെഷറബിൾ സെറ്റായിരിക്കും. ദാറ്റ് മീൻസ് ഫ്രം പ്രൊപ്പോസിഷൻ 1 കണ്ടീഷൻ 1 പ്രകാരം അവർ ഗിവൺ ഫംഗ്ഷൻ മോണോട്ടോണിക് ഫംഗ്ഷൻ ഈസ് മെഷറബിൾ ഓൺ ഇ ഓർ ഇ ഇൻ്റർവൽ ആണെങ്കിൽ അങ്ങനെ. ഓക്കെ.